എപ്പോ വന്നു? കുറച്ചു നേരം ആയുള്ളൂ. എന്താണ് ഇത്ര താമസിച്ചത്? ഈ സ്ഥലത്ത് ഞാൻ നേരത്തെ എത്തിയതാണ്, പക്ഷെ ഇവിടെ ഇപ്പോഴേ വന്നുള്ളൂ. ഈ സ്ഥലത്തെ കൂടെ ഒറ്റയ്ക്ക് രാത്രി അധികം സഞ്ചരിക്കരുത്. ദുർമരണത്തിന് ഇടയാകുമായിരിക്കാം. ചിലപ്പോൾ. ഞാനൊരു പുരുഷനല്ലേ? മിസ്സിസ് മാത്യു ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു. ശങ്കരൻകുട്ടിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? വേണ്ട. ശങ്കരൻകുട്ടി, മിസ്റ്റർ മാത്യുവിന് വേണ്ടി വാങ്ങിയ ആ പട്ട് മുത്തപ്പന്റെ ശവശരീരത്തിലിട്ടത് നന്നായി. മറന്നുപോയി, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മിസ്റ്റർ ശങ്കരൻകുട്ടിക്ക് ഉറങ്ങാൻ സമയമായില്ലേ? നമുക്കകത്തേക്ക് പോവാം. നിൽക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ശങ്കരൻകുട്ടി. ശങ്കരൻകുട്ടി, ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇതെന്റെ സഹോദരൻ പ്രൊമോറിയസ്, അഡ്വക്കേറ്റ് ആണ്. മിക്കവാറും തോട്ട ഉടമകളുടെ ലീഗൽ അഡ്വൈസറാണ്. വരൂ. ഓഫീസ് സൗകര്യങ്ങളൊക്കെ ഇത് മതിയല്ലേ? സൗകര്യമൊന്നുമില്ല. ഇൻകം ടാക്സ് ഓഫീസിലേക്ക് ലെറ്റർ അയച്ചു കഴിഞ്ഞു. ഇന്നത്തെ പോസ്റ്റ് പോകും. തൊഴിലാളികൾ ശമ്പളം വാങ്ങുന്നില്ല എന്ന് കങ്കാണിമാർ ഒന്ന് പറഞ്ഞു. ശമ്പളം വാങ്ങാതിരിക്കാനുള്ള കാരണം അവരുടെ സെക്രട്ടറി യേശുദാസ് പറഞ്ഞത്രേ. സമരത്തിനുള്ള ഒരുക്കമാണ്. ഞാനിപ്പോൾ അവന്റെ ശത്രുവായി പോയി. ആരുടെ? യേശുദാസിന്റെ. യേശുദാസ് അടുപ്പമുള്ള ആളാണ്. അല്ല, പിന്നെ ഞാനാണ് അവനെ വളർത്തിയത്. അത് വെറും അടുപ്പമാണ്. അതെങ്ങനെ? എന്റെയും അവന്റെയും ജീവിതം ആരംഭിച്ചത് ഒരു അനാഥാലയത്തിൽ നിന്നാണ്.